പായസത്തിലും മധുരപലഹാരങ്ങളിലും ഉപയോഗിക്കുന്ന ഉണക്കമുന്തിരി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഉണക്കമുന്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് പച്ചക്കളർ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സീഡ്ലെസ് ആണ്. പിന്നെ കയ്പില്ല, മധുരമുള്ള മുന്തിരി വേണം എടുക്കാനായിട്ട്. പിന്നെ ഉണക്കമുന്തിരി ഉണ്ടാക്കുമ്പോൾ വെയിലുള്ള സമയത്ത് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഇനി ഈ ഒരു മുന്തിരി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കൊല മുന്തിരിയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. നല്ലത് മാത്രം ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ആദ്യം ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകിയിട്ടില്ല, അപ്പോൾ നല്ലത് മാത്രം എടുത്ത ശേഷം കഴുകിയെടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് ചീത്തയുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. ഒരു കിലോ മുന്തിരി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ചെറുതാവും, ക്വാണ്ടിറ്റി കുറയും. ഇപ്പം ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീത്തയായതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് നല്ലപോലെ ആദ്യം ഒന്ന് കൈവച്ച് ഒന്ന് കഴുകിയെടുക്കുകയാണ്. നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണോ കഴുകിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ കഴുകിയെടുക്കാം. കുറച്ച് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകിയെടുക്കാം, അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ച് കുറച്ച് നേരം വെച്ച ശേഷം കഴുകിയെടുക്കാം. അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ആദ്യം കൈവച്ച് കഴുകിയ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു റണ്ണിങ് വാട്ടറിൽ പൈപ്പ് ഒഴിച്ച് തുറന്നടിച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ഒരു 1-2 മിനിറ്റ് കഴുകിയെടുക്കാറാണ് ചെയ്യാറ്. കഴുകിയെടുത്ത ശേഷം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഹോളുള്ള ഒരു തട്ട് ഇതുപോലെ ഇറക്കി വെക്കാം. ആവി കയറ്റിയാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി കഴുകി വെച്ച മുന്തിരി ഈ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആവി കയറ്റി അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഇട്ട് ഈ മുന്തിരി വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആവി കയറ്റിയാണ് വേവിച്ചെടുക്കുന്നതെന്ന് മാത്രം. ഇനി ഇത് അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വീണ്ടും അടച്ചു വെക്കാൻ. അപ്പോൾ തുറക്കുന്ന സമയത്ത് ഏറ്റവും സിമ്മിലാക്കി വെക്കുക, അല്ലെങ്കിൽ ആവി കയ്യിലടിക്കും. അപ്പോൾ സിമ്മിലാക്കി വെച്ച ശേഷം ഒന്ന് തുറന്ന് ഒരു തവി വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടി വേവിക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് കാണുമ്പോൾ 1-2 മുന്തിരിയുടെയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് കളർ ചേഞ്ച് ഉണ്ടാവണം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മുന്തിരിയും ഒരു യെല്ലോ കളറായിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ആവി പോയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒന്ന് ചൂട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊക്കെ ഒരു മുന്തിരിയൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് മുന്തിരി പൊട്ടിപ്പോകാതെ നോക്കണം, കാരണം നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പച്ച മുന്തിരി. ഇപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നിറം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു നല്ല സോഫ്റ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ആദ്യം ഇതുപോലെ പച്ച കളറായിരുന്നു. അപ്പോൾ ഇതുപോലെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തിളച്ച വെള്ളത്തിലിട്ടാലും ഈ ഒരു കളർ ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കാം. 2 ദിവസം ഇതുപോലെ നല്ലപോലെ നല്ല വെയിൽ കൊള്ളിക്കാം. ഇത് ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ചുരുങ്ങി വരും. 2 ദിവസം മുഴുവനായിട്ട് വെയിലത്ത് വെക്കുമ്പോൾ തന്നെ ഉണക്കമുന്തിരി ഇതുപോലെ റെഡിയാവും. ഇപ്പോൾ ഏകദേശം ഇതൊരു 50 ഗ്രാം ഉണ്ട് ഉണക്കമുന്തിരി കിട്ടിയിട്ടുണ്ട്. ഒരു കൊല മുന്തിരിയാണ്, പച്ചമുന്തിരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. പായസത്തിലും സ്വീറ്റിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യിലോ എണ്ണയിലോ വറുത്ത് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ കഴിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്, എന്നാൽ അത് വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ട് ഇതിലുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്ത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിച്ചതും ഇത് വറുത്ത് കോരാം. സാധാരണ കടയിൽ കിട്ടുന്ന പോലെ തന്നെ ഇത് നല്ല പൊള്ളി വരുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വറുത്ത് നോക്കിയത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഞാൻ കുറച്ച് റൈസിൻസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ പൊള്ളി വരുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും കുറച്ചുകൂടി സൈസ് വലുതാണ് ഇത് ഈ റൈസിൻസ്. ഇനി മുന്തിരി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ എല്ലാം നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് എല്ലാം ഒന്ന് വറുത്ത് കോരാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കരുത്. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാം. താങ്ക്